ഇന്ത്യ സഖ്യം തകരുന്നു. വരുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ഉണ്ടാകില്ലെന്ന സൂചന നൽകി RJD. മുന്നണി രൂപീകരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമെന്ന് തേജസ്വി യാദവ് പറഞ്ഞു. ഇന്ത്യ സഖ്യം പരാജയപ്പെട്ട മുന്നണിയെന്നാണ് BJP പറയുന്നത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, കഴിഞ്ഞ ദിവസം ഈ ഉദ്ധവ് ശിവസേന പക്ഷവും ശരത് പവാർ NCP പക്ഷവും NDAയിലേക്ക് പോകും ഈ മാസം അവസാനത്തോടെ എന്ന വാർത്തകൾ വന്നിരുന്നു. ഈ വീർ സവർക്കറെ രാഹുൽ തുടരെ വിമർശിക്കുമ്പോൾ ഉദ്ധവ് പറഞ്ഞിരുന്നു, വീർ സവർക്കർ ഏതുതരം നേതാവാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം, അധികം അങ്ങോട്ട് കയറി കളിക്കണ്ട എന്ന കാര്യത്തിൽ കൃത്യമായ സൂചന നൽകിയിരുന്നു. അത് തന്നെ ഒരു സൂചനയാണ്. മാത്രവുമല്ല, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ആരാണ് യഥാർത്ഥ NCP, ആരാണ് യഥാർത്ഥ ശിവസേന എന്ന് ജനം വിധി എഴുതി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ മറ്റു മാർഗമില്ലാതെ വരുന്നു ഇരു നേതാക്കൾക്കും. ഇപ്പോഴിതാ തേജസ്വി യാദവും പറയുന്നു, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വേറെ ഞങ്ങൾ വേറെ എന്ന്. അതായത് അപ്പാടെ അടിമുടി തകർന്നു വീഴുന്നോ ഇന്ത്യ സഖ്യം? ഗൗതം, കൃഷ്ണരാജ്, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം കൂടി ആയതോടെ ഇന്ത്യ സഖ്യത്തിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും അവസാനത്തെ പ്രതികരണമാണ് ഈ ബീഹാറിൽ നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ വർഷം 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഈ വർഷം ഇനി നടക്കാനുള്ളത്. ഒന്നിപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഡൽഹിയിലാണ്. മറ്റൊന്ന് ഈ വർഷം അവസാനം നവംബർ മാസത്തിലാണ് വിശാല സംസ്ഥാനമായ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അവിടെ ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രചരണങ്ങളും അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഏതൊക്കെ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നത് സംബന്ധിച്ചുള്ള ചടുലമായ നീക്കങ്ങളും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനിടയിലാണ് തേജസ്വി യാദവ് ഒരു കാര്യം വ്യക്തമാക്കിയത്. അതായത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം രൂപീകരിച്ചതാണ് എന്നാണ് തേജസ്വി യാദവ് വ്യക്തമാക്കുന്നത്. ഇത്തരം ചില സൂചനകൾ മുൻപും RJDയുടെ പല നേതാക്കൾ നൽകിയിരുന്നു. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ മഹാരാഷ്ട്രയിലെ സാഹചര്യം നമുക്ക് അറിയാവുന്നതാണ്. അതായത് മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കക്ഷികൾ, അതൊന്ന് ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP, അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേന. ഈ 2 രാഷ്ട്രീയ പാർട്ടികളും ഒരുപക്ഷെ വളരെ വൈകാതെ തന്നെ NDAയുടെ ഭാഗമാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഇത്തരം ചില പ്രതികരണങ്ങൾ ശരത് പവാറിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും അദ്ദേഹത്തിന്റെ മകൾ സുപ്രിയയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും ഉണ്ടാകുന്നു. മറുഭാഗത്ത് ഉദ്ധവ് താക്കറെ നേതൃത്വം കൊടുക്കുന്ന ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാമ്ന തന്നെ BJP സർക്കാരിനെ, പ്രത്യേകിച്ച് ദേവേന്ദ്ര ഫട്നാവിസിനെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തെയും അദ്ദേഹത്തിന്റെ വിശാലമായ വികസന കാഴ്ചപ്പാടിനെയും ഒക്കെ വാനോളം പ്രശംസിക്കുന്നു. അങ്ങനെയെങ്കിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം ഏതാണ്ട് പൊളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ 2 പാർട്ടികൾ NCP ഒരുപക്ഷെ ഒന്നാകാനുള്ള സാധ്യതയുണ്ട്. അജിത് പവാറും ശരത് പവാറും നേതൃത്വം നൽകുന്ന NCP ഒന്നുകിൽ അവർ ഒരുമിക്കും, അതല്ലെങ്കിൽ 2 NCPയും NDAയിലേക്ക് എത്തിയേക്കാം. ശിവസേനയുടെ കാര്യത്തിൽ അത് ലയനം എത്രത്തോളം സാധ്യമാണെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഉദ്ധവ് നയിക്കുന്ന ശിവസേനയും ഒരുപക്ഷെ NDAയിലേക്ക് വന്നാൽ മഹാരാഷ്ട്രയിൽ പിന്നീട് ഇന്ത്യ സഖ്യമില്ല, അവിടെ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. ബീഹാറിൽ ഇപ്പോൾ തേജസ്വി ചൂണ്ടിക്കാണിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതായത് ഇന്ത്യ സഖ്യം ഇല്ല എന്ന് പറയുന്ന ഇതേ തേജസ്വി യാദവിന്റെ പാർട്ടി, തേജസ്വി യാദവിന്റെ പിതാവും ആ പാർട്ടി രൂപീകരിച്ച ലാലു പ്രസാദ് യാദവ്, ഇദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇപ്പോഴത്തെ ബീഹാർ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറിനെയും JDUവിനെയും സഖ്യത്തിന് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരെയാണ് ഈ തേജസ്വി യാദവും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റ് പാർട്ടികളും ലക്ഷ്യം വെക്കുന്നത് എന്നത് വ്യക്തമാണ്. അത് കോൺഗ്രസിനെയാണ്. കാരണം കോൺഗ്രസിനെയും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെയും ഇവർക്കാർക്കും താല്പര്യമില്ല. കാരണം മുന്നണി സംവിധാനത്തോടുള്ള പ്രശ്നമാണെങ്കിൽ ലാലു പ്രസാദ് യാദവ് ഒരു കാരണവശാലും JDUവുമായി ഒരു സഖ്യത്തിന് തയ്യാറാകുന്നില്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ബീഹാറിൽ കോൺഗ്രസുമായി സഖ്യം ചേർത്ത് മത്സരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് RJDക്കും അതുപോലെ തന്നെ തേജസ്വിക്കും ലാലുവിനും ഒക്കെ മനസ്സിലായിരിക്കുന്നു. അതിനാൽ തന്നെ അവർ വളരെ വിജയ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു മികച്ച സഖ്യകക്ഷി എന്ന നിലയിൽ JDUവിനെ തേടുകയാണ്. അതായത് കോൺഗ്രസിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. മഹാരാഷ്ട്രയിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശിവസേനയും അതുപോലെ തന്നെ ശരത് പവാറിന്റെ NCPയും ഒക്കെ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. അതിനാലാണ് BJP ഇപ്പോൾ വലിയ വിമർശനം നടത്തുന്നത്. BJP ദേശീയ വക്താവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാഹുൽ ഗാന്ധിയിൽ വിശ്വാസമുള്ളത് അമ്മ സോണിയാഗാന്ധിക്ക് മാത്രമാണ്, അതല്ലാതെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിനും രാഹുൽ ഗാന്ധിയിൽ താല്പര്യമില്ല, അദ്ദേഹത്തിൽ വിശ്വാസമില്ല. രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ മാതാവ് സോണിയാഗാന്ധി മാത്രമാണ് എന്നാണ് BJPയുടെ പരിഹാസം. കൃഷ്ണരാജ്, ശരി. ബീഹാർ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ സഖ്യം ഉണ്ടാകില്ല എന്ന സൂചന RJD നേതാവ് തേജസ്വി യാദവ് കോൺഗ്രസിനൊപ്പം മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കുന്നു. അതായത് ഇന്ത്യ സഖ്യം പരാജയപ്പെട്ട മുന്നണിയാണെന്ന് പറയുകയാണ്.
വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒപ്പം തന്നെ ഗൗതം നമുക്ക് അനിൽനാരായണൻ. തേജസ്വി പക്ഷേ നമുക്ക് പ്രതികരണം യാദവിന്റെ- കേൾക്കാം. യെസ്, തേജസ്വി യാദവിന്റെ പ്രതികരണത്തിലേക്ക്. दिल्ली चुनाव में तो पहले से ही तय था इंडिया अलायंस जो है वो लोकसभा के लिए, और बिहार में जहां तक बात की जाए हम लोग तो शुरू से साथ थे यहाँ पे।